ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ ഇന്നൊരു ഹാർഡ് കോർ സീരീസ് തുടങ്ങാൻ പോവാണ് ഗൈസ്. 1.21.17 നമ്മുടെ നേരത്തെ സർവൈവൽ സീരീസ് പോയി ഗൈസ്. അതെന്തോ ഗെയിം ഞാൻ ഡിലീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ആ വേൾഡ് അങ്ങ് അറിയാതെ ഞാൻ ഡിലീറ്റ് ചെയ്ത ഗൈസ്. അപ്പോൾ ആ വേൾഡ് അങ്ങ് പോയി. അപ്പോൾ നമ്മൾ പുതിയ ഹാർഡ് കോർ സീരീസ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമുക്ക് കോർഡിനേഷനൊക്കെ ഓണാക്കിയിട്ട് കയറാം. മൾട്ടിപ്ലെയർ അല്ല ഇത്, നമ്മൾ സാധാ ഒറ്റ കളിക്കാൻ പോവാം. മൾട്ടിപ്ലെയർ വരും. മൾട്ടിപ്ലെയർ ആയിട്ട് വേറൊരു ഹാർഡ് കോർ സീരീസ് അല്ല, ജസ്റ്റ് പ്ലേ വേൾഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് കളിക്കാം മൾട്ടിപ്ലെയർ ആയിട്ട്. നമ്മൾ ഹാർഡ് കോർ അങ്ങനെ എടുത്തു. ലോഡാവുക, ഇത് ലോഡാവാൻ ഒത്തിരി നേരം എടുക്കും ഗൈസ് ഗെയിമിൽ കയറാൻ. എന്താ അപ്പം നമുക്കിതിനകത്ത് പറ്റുമെങ്കിൽ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം. അയൺ ആർമർ ഈ ഫസ്റ്റ് എപ്പിസോഡ് കിട്ടുമോ എന്നറിയത്തില്ല. കിട്ടുമെങ്കിൽ എന്തായാലും നമ്മൾ അയൺ ആർമർ തന്നെ ഈ എപ്പിസോഡിൽ ഒപ്പിക്കും. അപ്പം അടുത്ത നല്ല വില്ലേജ് വല്ലതും കാണുക, നോക്കാം. നല്ല ഒരു സ്ഥലത്താണ് വരുന്നത്, നല്ലൊരു സ്ഥലത്താണ് വയസ്സ് വന്നത്. അത് നമുക്ക് ആദ്യം തന്നെ മരം മുറിച്ചേക്കാം. മരം മുറിക്കാം, നമ്മൾ മരം മുറിക്കുക. ആപ്പിളൊക്കെ കിട്ടി. ഒരാപ്പിൾ കൊണ്ടൊന്നും ഒന്നും പറ്റത്തില്ല ഗേസ്. 10-20 എണ്ണം വേണം ഗേസ് നമുക്ക് ഫുഡായിട്ട്. ഇതപ്പോഴത്തേക്ക് പൊട്ടിക്കട്ടെ ഗേസ്. ഇവിടെ കുറച്ച് ഷുഗർ കേൻ നിൽപ്പുണ്ട് ഗേസ്. നമുക്ക് എൻചാൻറ്റിങ് ടേബിളൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ ആവശ്യം വരും ഗേസ്. ഇതെന്തുവാ ഗേസ്? ഇത് മറ്റേ രാത്രി തിളങ്ങുന്നേ, അതൊരെണ്ണം പൊട്ടിച്ച് വെച്ചേക്കാം. ഗേസ് ഒരു ഷീപ്പിനെ പോലും കാണുന്നില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. ഗേസ് ഇവിടെ ഒരു റെവീൻ കാണുന്നുണ്ട് ഗേസ്. നമുക്കൊരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു സ്റ്റോൺ കുറച്ച് മൈൻ ചെയ്യാം ഗേസ്. കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് താഴെ നമുക്കൊന്ന് ഇറങ്ങി നോക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഗേസ്. ഉറപ്പില്ല ഗേസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം ഗേസ്. നമുക്ക് എന്നിട്ട് താഴെ ഇറങ്ങണം ഗേസ്. അപ്പുറത്തെ സൈഡിൽ കുറച്ച് സ്റ്റോൺ കാണുന്നുണ്ട് ഗേസ്. അപ്പുറത്തെ ഗേസ് ഇവിടെ കുറച്ച് സ്റ്റോൺ കാണുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് പൊട്ടിക്കാം. എന്നിട്ട് നമുക്കെന്നാൽ ഫുൾ സ്റ്റോൺ ടൂൾസായിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോകാം ഗേസ്. ഇതിൻ്റെ മറ്റേ സർവൈവൽ സീരീസ് ആയിരുന്നു ഗേസ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് ഞാൻ ഗെയിം ഡിലീറ്റ് ചെയ്ത് ഓർക്കാപ്പുറത്ത് ഡിലീറ്റ് ചെയ്താണ് ഗേസ്. അങ്ങ് പോയി ഗേസ്. നമ്മളൊരു 1 ബ്ലോക്കും ഉണ്ടായി ഗേസ്, അതും പോയി. ആ 1 ബ്ലോക്കിൻ്റെ വീഡിയോയ്ക്കാകെ 4 വ്യൂസും കണ്ടേ കിട്ടിയുള്ളൂ ഗേസ്. അപ്പം ഇത് ഗേസ് കുറച്ചധികം ഗേസ് നമുക്ക് ഫുൾ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കിയേക്കാം. ഹോൺ ഓക്കെ ഇപ്പോൾ ആവശ്യമില്ല ഗേസ്. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആപ്പിളെടുത്ത് കൈ വെച്ചേക്കാം ഗേസ്. അങ്ങാനും രാത്രിയാവുന്നു ഗേസ്. നമുക്കെന്താ ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു ബെഡ് വല്ലതും ഷീപ്പ് തന്നിരിക്കുന്നു. ബെഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് താഴോട്ട് ഇറങ്ങാം ഗേസ്. അതാകുമ്പോൾ നൈറ്റ് ആയാലും നമുക്ക് കിടക്കാമല്ലോ. അപ്പുറത്തൊരു സവാന പോലത്തെ സ്ഥലമുണ്ട് ഗേസ്. ഇവിടെ
അയ്യോ അപ്പോൾ അതിനെ അടിച്ചേനെ. ഞങ്ങളുടെ വീട്ടിലെ പൂച്ചായിരുന്നു അടിക്കുന്നത് കേസ് ആ സൗണ്ട്. കേസ് ഇവിടെ തന്നെ കേസ് 2 ഷേപ്പുകളുണ്ട്. കളറ് വേറെയാ, എന്നാലും സാരമില്ല കേസ്. ഓക്കെ, നമുക്കെന്തേ നമുക്കൊരു 30-35 FPS കിട്ടേക്കാം. കുഴപ്പമില്ല ഗൈസ്. നമുക്ക് എന്നാലും അത്യാവശ്യം എടുക്കാം ഗൈസ്. നമുക്കതിപ്പം താഴോട്ട് ഇറങ്ങിയാലോ. അത് 3 ഒരു 2 കളറാണ് ഗൈസ്. ഒന്ന് ഗ്രേയും, നമുക്ക് അപ്പം ഗ്രേ വൂളുണ്ടാക്കാം ഗൈസ്. ഗ്രേ വൂള് നമുക്ക് ഗ്രേ വൂൾ ഉണ്ടാക്കാം. പക്ഷേ ഗ്രേ വൂളല്ല, ഗ്രേ ബെഡ് ഉണ്ടാക്കാം. നമ്മൾ ഡൈ ചെയ്തു. നമുക്കിത് ഇനി കറുപ്പ് മാറ്റാൻ പറ്റും. കറുപ്പ് ഗ്രേ ആക്കാൻ പറ്റുമോ എന്തോ പറ്റിയത് എനിക്കറിയത്തില്ല. എന്താ പറ്റിയതെന്ന് എനിക്ക് പറ്റത്തില്ല, മനസ്സിലായില്ലേ. നമുക്ക് എന്തായാലും ബെഡ് ഉണ്ടാക്കിയേക്കാം. നമുക്ക് താഴെ എന്തായാലും പോകാം. താഴോട്ടിറങ്ങാം. താഴെ മൂവൊന്നും ഇല്ലല്ലോ. നമുക്ക് താഴെ വെള്ളം. അയ്യോ ചത്തോ? ഇല്ല ഗൈസ്, നമ്മൾ ചത്തില്ലേ. ഗൈസ് ഇവിടെ ഒക്കെ കുറേ അയൺ നിൽപ്പുണ്ട് ഗൈസ്. അയൺ ഇഷ്ടം പോലെ അയണുണ്ട് ഗൈസ്, ഇഷ്ടം പോലെ അയൺ. ഒരെണ്ണേ ഉള്ളൂ. ഗൈസ് അവിടെ ഗൈസ് ഇവിടെ ഒക്കെ കുറച്ച് അയൺ കാണുന്നുണ്ട് ഗൈസ്. നമുക്കെന്തായാലും ഇതൊക്കെ മൈൻ ചെയ്തെടുത്തേക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് ആർമറാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതെന്തോ ഗൈസ്, ലാപ്പീസാണോ? കുറച്ച് ലാപ്പീസ് ഗൈസ് നമുക്ക് എടുത്തേക്കാം ഗൈസ്. എൻജോയ്മെൻറ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഗൈസ്. ഈ അയണിൻ്റെ കൂടെയൊക്കെ ഇത് സ്പോൺ ആവുമോ? കുറച്ചുകൂടെ താഴെയല്ലേ ഈ ലാപ്പീസൊക്കെ സ്പോൺ ആവുന്നത്. നമുക്ക് എന്തായാലും ആദ്യം അയൺ മൈൻ ചെയ്യാം ഗൈസ്. നമുക്ക് അയണാണ് കൂടുതലും വേണ്ടത്. അയൺ നമുക്കിപ്പം ഇച്ചിരി എന്തോ ലാഗാ. അപ്പോൾ നമുക്ക് അയൺ ഇച്ചിരി ഏറെ ഗൈസ്. മേളിലെ ഇച്ചിരി അയൺ കണ്ടു. അയണല്ല ഗൈസ്, കോളുമുണ്ട് ഗൈസ്. കോളുണ്ട്, അല്ല അയണും ഉണ്ട് കോളും ഉണ്ട്. അപ്പോൾ നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ കോളൊക്കെ ആയി. ഗൈസ് ഇപ്പോൾ എത്ര അയണായി അറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് പാതി ആർമറൊക്കെ ഉണ്ടാക്കാം ഗൈസ്. ചെസ്റ്റ് പ്ലേറ്റും പാൻറ്റും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. 3 അയണേ, പക്ഷേ 3 അല്ലല്ലോ, 4 6 കിട്ടി നമുക്ക്. എണ്ണി തെറ്റിപ്പോയി ഗൈസ്. ഇനി ഇവിടെ അയണൊന്നും കാണുന്നില്ല. നമുക്ക് നാണ്ടല്ലേ ഇവിടെ കുറച്ച് അയണുണ്ട്. അയണപ്പോൾ നമുക്ക് കിട്ടി. വേറെ എവിടെയെങ്കിലും അയൺ നമുക്ക് ബാക്കി ലാപ്പീസ് കൂടെ അങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. നമുക്ക് എന്തായാലും ലാപ്പീസിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. താഴോട്ട് ഇറങ്ങണോ? വേണ്ട ഗൈസ്. നമുക്ക് മേളിൽ കയറി നോക്കിയാലോ. നമുക്ക് എന്തായാലും ഒന്ന് മേളിൽ കയറി നോക്കാം. നമുക്ക് മേളിൽ കയറി ഒന്ന് നോക്കാം ഗൈസ്. അതെന്തോ തിളങ്ങുന്നേ. എനിക്ക് തോന്നുന്നത് മറ്റേ ആ ഗ്ലോയിങ് സ്ക്വിഡാന്ന് തോന്നുന്നു ഗൈസ്. അതിനെ നമുക്ക് തല്ലിക്കൊന്നെടുത്താലോ.
നമുക്ക് ഹങ്കർ കുറവാണ് ഗൈസ്. ഇവിടെ വല്ല ഇതോട് ക്രീപ്പറിനൊക്കെ വരാൻ കണ്ട അയ്യോ ഗൈസ്, നമ്മുടെ ഹെൽത്ത് കുറഞ്ഞ് ഗൈസ്, ഹങ്കറും കുറവാണ്. നമുക്ക് മേളിൽ കയറിയിട്ട് പെട്ടെന്ന് മറ്റേ നമ്മുടെ ഈ കുറച്ച് മട്ടനുണ്ട് ഗൈസ്, നമുക്കത് കുക്ക് ചെയ്ത് തിന്നാം ഗൈസ്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. എന്തോ വെള്ളം, നമുക്ക് എന്തായാലും മേളിൽ കയറി പോകാം. നമ്മൾ ഈ വെള്ളത്തിൽ കൂടെയാണ് മേളിൽ കയറി വന്നത്, അല്ല ഗൈസ്, നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ കയറി വന്നത്. എന്തോ ചെറിയ ലാഗ് അടിച്ചല്ലോ, അറിയുന്നില്ല ഗൈസ്. അയ്യോ ഗൈസ്, ഇപ്പോൾ ചത്തേനെ. നമുക്ക് ഗൈസ് വിളിക്കാൻ ഗൈസ്, നമ്മൾ അപ്പുറത്തെ വെള്ളത്തിൽ കൂടെ ആയിരുന്നു വന്നത് ഗൈസ്. സ്ലൈം ഗൈസ്, ഈ ഗെയിമിൻ്റെ സൗണ്ട് എന്താ എനിക്ക് ഇവിടെ കിട്ടാത്തതെന്ന് അറിയത്തില്ല ഗൈസ്. ഗെയിമിൻ്റെ സൗണ്ട് എന്താ എനിക്കിത് കിട്ടാത്തതെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലെയർ വീഡിയോ ഒക്കെ ഇടാം. ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം ഗൈസ്. ഇപ്പോൾ ഇന്നിപ്പോൾ 16-ാം തീയതി, നാളെ 17, അത് കഴിഞ്ഞ് 18-ാം തീയതി പരീക്ഷ. അപ്പം നമ്മൾ പരീക്ഷ കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് ഇടത്തുള്ളൂ. നമുക്ക് എന്തായാലും ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ട് ഇത് കുക്ക് ചെയ്യാൻ പറ്റിയിട്ട് കിടന്നുറങ്ങാം ഗൈസ്. അങ്ങോട്ട് വെച്ച് നമുക്ക് ചായ എടുത്ത് ആർമർ ഉണ്ടാക്കാനുള്ളതുണ്ട് ഗൈസ്. ആർമർ ഉണ്ടാക്കാൻ 28 എണ്ണം പോരെ, എനിക്ക് തോന്നുന്നു 26 എണ്ണം മതിയെന്ന് തോന്നുന്നു ഗൈസ് ആർമർ ഉണ്ടാക്കാൻ. 26 25 മതി ഗൈസ് ആർമർ ഉണ്ടാക്കാൻ, അത്രയും മതിയായിരിക്കും ഗൈസ്. നമുക്ക് അപ്പോഴത്തേക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കാം. അയൺ അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പശുവിനെയൊക്കെ തല്ലിക്കൊന്ന് നമുക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കാം ഗൈസ്. ഗൈസ് ഓടാ. അപ്പം ഗൈസ്, ആ നടുക്ക് എങ്ങനെയാണ് പ്ലസ് ആക്കുന്നത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു ഗൈസ്. അതിനി ഒന്നുകൂടെ നോക്കണം. നമുക്കപ്പോൾ എന്തായാലും മല വേവല്ലേ ഗൈസ്, നമുക്ക് എന്തായാലും വീടൊക്കെ പണിയണം. അപ്പോൾ നമുക്ക് കുറച്ച് വുഡൊക്കെ പൊട്ടിച്ചെടുത്തേക്കാം. ഇച്ചിരി ഏറെ വുഡ് നമുക്ക് മുറിച്ചേക്കാം. കുറച്ച് ബ്രിഡ്ജല്ലേ ആ വെള്ള മരത്തിൻ്റെ പേര്, ഈ വെള്ള മരത്തിൻ്റെ പേര് ബ്രിഡ്ജ് എന്നല്ലേ? ബ്രിഡ്ജല്ല, ബ്രിഡ്ജ് ആന്ന് തോന്നുന്നു. ഈ ബ്രൗൺ കളർ ഓക്ക്, ഇത് ബ്രിഡ്ജ്. ഇതിൻ്റെ ബ്രിഡ്ജ് എന്തോന്നു തോന്നുന്നു. ഇത് നമുക്ക് താഴെ ഇങ്ങനെ ചെക്ക് പോലെ ഡിസൈൻ ആക്കാൻ എടുക്കാം ഗൈസ്, അത് നല്ലതാണ്. പക്ഷേ എനിക്ക് ഒന്നെങ്കിൽ ഡാർക്ക് ഓക്ക് ആണോ അല്ലെങ്കിൽ സ്പ്രൂസോ വേണം ഗൈസ്, അങ്ങനെ ചെക്ക് പോലെ ആക്കാൻ. ഈ ഓക്ക് വുഡ് വലിയ രസമില്ല അങ്ങനെ ചെക്കാക്കാൻ. എന്നാലും നമുക്ക് നോക്കാം ഗൈസ്. എന്നാലും ഈ എപ്പിസോഡിൽ നമുക്ക് വീട് പണിയാൻ പറ്റുമെന്ന് തോന്നില്ല ഗൈസ്, സമയമില്ല. ഇപ്പം തന്നെ 14 മിനിറ്റായി, 14.5 മിനിറ്റായി ഗൈസ്. എന്തായാലും ഗൈസ് ആദ്യം നമ്മൾ ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കി ഗൈസ്, അതിൻ്റെ ചെയ്ത് ഹെൽമെറ്റും ഉണ്ടാക്കി. ഇനി എത്ര അയണുണ്ട്? ഇനി ഒരയണ്. ചെസ്റ്റ് പ്ലേറ്റ് ഹെൽമെറ്റും ഉണ്ടാക്കി ഗൈസ്. അടുത്ത് നമുക്ക് ബൂട്ട് ഉണ്ടാക്കാം ഗൈസ്.
ബൂട്ട് ഉണ്ടാക്കാം. എന്ത് ബൂട്ട്? ഗസ് ബൂട്ട് തന്നെയല്ലേ ഞാൻ ഒന്നുകൂടെ നോക്കിയതാ ഗസ്. വെറുതെ നമുക്ക് അയൺ വേസ്റ്റ് ചെയ്ത് കളയാൻ നമ്മുടെ അധികം അയണൊന്നും ഇല്ല. ഗസ് പാൻറ് ഉണ്ടാക്കാൻ എത്ര അയൺ വേണം? അറിയത്തില്ല ഗസ്, കൃത്യമായിട്ട് അറിയത്തില്ല ഗസ്. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാൻഡ് എടുക്കാം. വീടൊക്കെ പണിയാൻ നമുക്ക് ഗ്ലാസ് വേണ്ടായോ ഗസ്. ഇപ്പം നമ്മളിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വേവിക്കുന്ന സമയം നമുക്കിങ്ങനെ ഇതൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ ചെയ്യാൻ സമയം കിട്ടത്തുള്ളൂ ഗസ്. നമുക്കത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതെല്ലാം മൈൻ ചെയ്തെടുക്കാം. നമുക്ക് ഒത്തിരി വേണ്ട ഗസ്, ഒരു 30-35 മതിയായിരിക്കാം. ഇത്രയും തന്നെ നമുക്ക് മതി ഗസ്. ഗസ് ഹങ്കർ പറഞ്ഞു ഗസ്. ഇനി സ്പീഡിൽ ഓടാനും പറ്റത്തില്ല. അയ്യോ, ഗസ് 7 പോലെ ഗസ് പാൻറ് ഉണ്ടാക്കാൻ. ഗസ് ബാക്കി 4 ഉണ്ട്. നമുക്കൊരു പിക്കാക്സും ഷവലും ഉണ്ടാക്കണം. ഷവലാണെങ്കിൽ ഗസ് നമുക്ക് പിക്കാക്സും ഒരു ഷീൽഡും ഉണ്ടാക്കാം ഗസ്. ഹാർഡ് കോർ അല്ലേ ഗസ്, ഷീൽഡ് നല്ല അത്യാവശ്യം വേണം. ഇതൊന്ന് കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് മട്ടനൊക്കെ എടുത്ത് വെക്കാം. എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാലും നമുക്ക് ഓടാൻ നമ്മുടെ സ്റ്റാമിന തീർന്നു ഗസ്. അപ്പോൾ ഫുഡ് വെച്ചാലേ ഇനി സ്റ്റാമിന കിട്ടത്തുള്ളൂ. ഇനി നമുക്കൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ഓർഡർ ചെയ്ത് വെക്കാം. സ്ലൈം ബ്ലോക്കൊക്കെ നമുക്ക് ആവശ്യമുള്ള ഗസ്. 45 ഇതൊക്കെ കിട്ടി. കുറേ ഊള് കിട്ടി. കുക്കായി. നമുക്കിനി എന്തോ ചെയ്യാം? ആദ്യം തന്നെ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നമ്മൾ ഉടുപ്പിട്ടത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഉടുപ്പില്ലല്ലോ, ആർമർ ഇട്ടിട്ട് നമ്മളെ കാണാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പൊളി ലുക്കായി. പൊളി ലുക്കായി, അടിപൊളി. ഇനി മറ്റേ ഷീൽഡ് കൂടെ എടുത്ത് പിടിച്ചാൽ അടിപൊളി. നമുക്കിപ്പോൾ സോഡ് ഉണ്ടാക്കണ്ട. നമുക്ക് ആദ്യം തന്നെ അയൺ പിക്കാക്സ് ഉണ്ടാക്കാം. അയൺ പിക്കാക്സ് ഉണ്ടാക്കിയാൽ നമുക്ക് ഡയമണ്ടൊക്കെ മൈൻ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. മൈൻ ചെയ്യാനും ഭയങ്കര സ്പീഡാണ്. അയൺ പിക്കാക്സ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ഗുണമായി. അയൺ പിക്കാക്സ് നമുക്ക് മാറ്റി വെച്ചേക്കാം. അയൺ പിക്കാക്സ് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഷീൽഡിന് 1 2 3 4 5 6 വുഡ് വേണം ഗസ്. 8 ഓക്കെ, ഇത് 6 എടുക്കാം. അപ്പം നമ്മുടെ ഹാർഡ് കോർ സീരീസിലെ ഫസ്റ്റ് ആർമറും ഫസ്റ്റ് ഷീൽഡും നമുക്കിപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഗസ്. എന്ത് ചെയ്യും? ക്യാമറ ഒന്ന് മാറ്റിയിട്ട് മാറ്റട്ടെ. അയ്യോ, ഇതല്ല. നമുക്ക് മറ്റേതാക്കാം. 19 മിനിറ്റ് കൊണ്ട് നമ്മൾ ഫുൾ അയൺ ആർമറായി.